ഹായ് ഫ്രണ്ട്സ്, ജീവിതം എപ്പോഴും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു കൂട്ടമാണ് അല്ലേ? അപ്പോൾ നമ്മൾ വിജയം ഇഷ്ടപ്പെടുകയും പരാജയം ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നേടിയെടുക്കുന്നതിനാണ് നമ്മൾ പൊതുവെ വിജയം എന്ന് പറയുന്നത്. അത് ചെറുതാവാം വലുതാവാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാറ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതൊരു തരത്തിൽ നമുക്ക് വിജയമെന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഹാരം നമുക്ക് ആഗ്രഹിച്ച സമയത്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു തരത്തിലുള്ള വിജയമാണ്. അപ്പോൾ നമ്മൾ ജനനം കൊണ്ട് തന്നെ നമ്മൾ വിജയികളാണ് ഇല്ലേ? അതിനുശേഷം നമ്മൾ പല വീഴ്ചകളിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ട് നടക്കാൻ പഠിക്കുന്നു, അത് ഒരു വിജയമാണ്. അതുപോലെ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ ഓരോ ക്ലാസ് പഠിക്കുന്നു, ജയിക്കുന്നു, അതും വിജയമാണ്. അപ്പോൾ നമ്മൾ നമ്മൾ SSLC നമ്മൾ പരീക്ഷ നമ്മൾ വിജയിച്ചത് ഏകദേശം 2.5 ലക്ഷം ആൾക്കാരെ പിന്നിലാക്കിയിട്ടാണ്. നമ്മളൊരു നല്ലൊരു ഡ്രസ്സ്, ആഗ്രഹിച്ച ഡ്രസ്സ് വാങ്ങുന്നത് അതൊരു വിജയമാണ് അല്ലേ? അപ്പം ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിജയങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഇതുവരെയും. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നത് മാത്രമല്ല വിജയം, അത് വിജയത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പരിശ്രമം എവിടം വരെ എത്തിയോ അത്രയും ഭാഗം നമ്മുടെ വിജയമാണ്. അപ്പം വിജയത്തിൻ്റെ ഒരു റേഞ്ച് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം എന്നുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വിജയിക്കാനുള്ള വേണ്ട ഒരു കാരണം നമ്മൾ ഏതിലൊക്കെ വിജയിച്ചു, നമ്മൾ എന്തൊക്കെ ഇതുവരെ നേടി എന്ന് വ്യക്തമായി അറിയലാണ്. നമ്മൾ ഇപ്പോഴെന്താണോ അത് നമ്മളുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ്. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള, ഇപ്പോൾ നമ്മൾ എവിടെ വരെ വിജയിച്ചു, എന്തൊക്കെ നേടി എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം വിലയിരുത്തലാണ് നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് വിജയിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് നമുക്ക് നല്ല രീതിയിൽ ഭാവനയിൽ കാണാൻ പറ്റുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. അത് നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രയോജനം, അത് നേടിയെടുത്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നിർവചിക്കപ്പെടുന്ന വ്യക്തമായ ഭാവനയിൽ കാണാൻ കഴിയുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതൊരു ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ചെറിയ ചെറിയ വിജയങ്ങളാണ്. അപ്പോൾ വിജയങ്ങൾ നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മെയിൻ ലക്ഷ്യത്തിലോട്ടുള്ള പ്രയാണം, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും വേണം. അപ്പോൾ ചെറിയ ചെറിയ വിജയങ്ങളാണ് വലിയ വലിയ ലക്ഷ്യത്തിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പരാജയപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം ആൾക്കാരാണ്. അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പ്രവൃത്തിയും ചെയ്യില്ല, ഒന്നിനു വേണ്ടിയും ഇറങ്ങി പുറപ്പെടില്ല. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വമ്പൻ പരാജയമാണ്. അപ്പോൾ വിജയങ്ങൾ വേണ്ടവർ, അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കും, അവർ അതിനു വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ വിജയത്തിലേക്ക് എത്താനുള്ള വഴികൾ മറ്റൊന്ന് അച്ചടക്കമാണ്. നമുക്ക് വേണ്ട ഒരു ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി അച്ചടക്കത്തോടെ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അത് വിജയത്തിലോട്ട് നമ്മെ അടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൂന്നാമതായി അടുത്തത്, നമുക്ക് നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണോ വിജയിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വിജയിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് ഉള്ളത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.
നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല്, ഒരു കഴിവ് നമുക്ക് ആ വിജയത്തിലോട്ട് എത്താൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സ്കില്ല് നേടിയെടുക്കണം. അപ്പം അതും ഒരു വിജയമാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാൻ കഴിയുന്നത് നമ്മുടെ ഒരു വിജയമാണ്. അത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയും വീഡിയോയും ഒക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിജയമാണ്. അപ്പം ഇതൊന്നും അറിയാത്ത എത്രയോ ആൾക്കാർ ഇന്നും സമൂഹത്തിലുണ്ട്. ChatGPT-യെക്കുറിച്ചും ഡീപ് സീക്കിനെ കുറിച്ചുമൊക്കെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് അറിയാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മൾ വിജയികളാണല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാം. അപ്പോൾ വിജയത്തിന് ഒരു പ്രത്യേക തരം കാര്യങ്ങൾ നേടണമെന്നൊന്നുമില്ല. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ വിജയങ്ങൾ നമ്മൾ ഉണ്ടാകുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റുക, നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ തിരിച്ച് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കാൻ പറ്റുക, ഇതൊക്കെ ഒരു തരത്തിലുള്ള വിജയമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വമ്പൻ വിജയങ്ങൾ, അതായത് വമ്പൻ സമ്പത്തുകൾ നേടുകയാണെങ്കിൽ മാത്രമാണ് അതൊരു വിജയം എന്നുള്ള രീതിയിലാണ്. സമ്പത്ത് നേടുക മാത്രമല്ല വിജയം. നമ്മൾ വിജയങ്ങൾ കേട്ടിട്ടുള്ളത് വമ്പൻ ബിസിനസ്സുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതുപോലത്തുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജയങ്ങൾ നമ്മൾ എപ്പോഴും വിശകലനം ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കാം. ചിലർക്ക് സമ്പത്താണെങ്കിൽ, ചിലർക്ക് വാഹനമാണെങ്കിൽ, ചിലർക്ക് ഏതെങ്കിലും ഒരു കഴിവ് പ്രകടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള മുന്നോട്ടുള്ള ഓരോ യാത്രയിലുണ്ടാകുന്ന ഓരോരോ വിജയങ്ങൾ, അതാണ് അവരെ സംബന്ധിച്ച് ഉള്ള ഒരു വിജയം. അപ്പോൾ വിജയത്തിന് കുറുക്കു വഴികളില്ല. വിജയത്തിന് വേണ്ടത് വ്യക്തമായ ആസൂത്രണവും ശക്തമായ ആഗ്രഹവും ഡിസിപ്ലിനും ഒക്കെയാണ് നമ്മുടെ വിജയത്തിലോട്ടുള്ള യാത്ര എളുപ്പത്തിലാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോവുക. ഒരിക്കലും ഉപേക്ഷിക്കരുത്. നെവർ എവർ ഗിവ് അപ്പ് എന്നാണല്ലോ. അപ്പോൾ വിജയങ്ങൾ നമ്മളെ തേടിയെത്തും. നമ്മൾ വിജയികൾ തന്നെയാണ്. നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. നമ്മൾ വിജയത്തിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ വിജയത്തിൻ്റെ റേഞ്ച് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചെറിയ ഒരു വിജയമാണെങ്കിൽ തന്നെയും അത് നമ്മൾ ആഘോഷിക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിന് വർഷങ്ങളോളം ചിലപ്പോൾ സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം അത് നേടിയതിന് ശേഷം സന്തോഷിക്കാം എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ വിജയമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷമീർ.